വരുമെനിക്കരികിൽ വഴിപതരാതെ കരം പിടിച്ചെന്നെ നടത്തിടുവോ നീ ഇതുവരെ എന്നെ കരുതിയ നാഥ. ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 46 സങ്കീർത്തനം 11 വാക്യം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ കഷ്ടതകളും പരീക്ഷണങ്ങളും വരാം. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദൈവവുമാണ്. അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. മനുഷ്യരും നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത സമയങ്ങളുണ്ടാകാം. പക്ഷേ ദൈവം നമ്മുടെ കോട്ടയും അഭയ സങ്കേതവുമാണ്. പ്രളയം വന്നാലും പ്രശ്നങ്ങൾ ഉയർന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒളിച്ചാൽ നമ്മൾ സുരക്ഷിതരാണ്. ഈ വചനം നമ്മെ വിശ്വാസത്തിലേക്ക് വഴി നടത്തുന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കിയാൽ നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാം. ഏത് പ്രശ്നങ്ങളെയും ധൈര്യത്തോടെ നേരിടുവാൻ കഴിയും. പ്രതിസന്ധികളിൽ സമാധാനത്തോടെ മുൻപോട്ട് യാത്ര ചെയ്യുവാനും സാധിക്കും. പ്രിയരെ, നിന്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലാണെങ്കിലും ഈ വചനം നീ ഓർക്കുക. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ അഭയമാണ്. ഇത് നമ്മെ ശക്തീകരിക്കും, നമുക്ക് ധൈര്യം പകരും. ഏത് പ്രതിസന്ധികളെയും വിശ്വാസത്തോടെ അതിജീവിക്കുവാനും കഴിയും. ഈ തരത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തീകരിക്കുവാൻ ഇന്നത്തെ ധ്യാനം മുഖാന്തരമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രതിസന്ധികളിൽ ധൈര്യത്തോടെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കൃപ ചെയ്യണം. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.